ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ 65 ആണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വിത്ത് ബോണാണ്. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള സാൾട്ട്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, അതേപോലെ ഒരു അര ടേബിൾ സ്പൂൺ ഗാർലിക്, അതേപോലെ ഒരു ലെമൺ ജ്യൂസ്, ഒരു എഗ്ഗ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അത് മിക്സാക്കി മാറ്റി വെക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം, ഇതിലേക്ക് ഞാൻ കളർ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളർ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. വേറെ പ്രത്യേകമായിട്ട് കളർ കൊടുത്തിട്ടില്ല. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ യോഗർട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. അതൊരു പാത്രത്തിലെടുത്തിട്ട് അത് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യോഗർട്ടാണിത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാന് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച്, വളരെ കുറച്ച് ഓയിൽ ഒഴിക്കാവൂ, കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക്, ജിഞ്ചർ ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 2-3 മുളക്, കറിവേപ്പില, ചെറിയ ജീരകം. അപ്പോൾ അതിനെ വഴറ്റിയെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു വലിയ ഓണിയൻ കട്ട് ചെയ്തത്, വളരെ ചെറുതാക്കിയിട്ടല്ല, വളരെ നല്ല പീസ് പോലെ തന്നെ കട്ട് ചെയ്ത് ഒരു ഓണിയനും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും രണ്ടും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ ഡ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇത് റെഡി ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള യോഗർട്ടും മുളക് പൊടി യോഗർട്ട് മിക്സാക്കി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ മസാലകളൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയും എളുപ്പത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ വേണമെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റ് വെച്ചിട്ട് വേറെ മസാലകൾ ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ തന്നെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരു നുള്ള് കസൂരി മെത്തി. കസൂരി മെത്തി എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിലാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ 65. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.